കഥകളി ഉണ്ട്, നമ്മുടെ പത്മനാഭസ്വാമിയുടെ ഗോപുരമുണ്ട്, ഗുരുവായൂർ അമ്പലനടയുണ്ട്. ഗസ് ചെയ്യുന്നവർക്ക് ഈ സാരി ഫ്രീ. മുന്താണിയിൽ വലിയ കഥകളി, ബാക്കി ബോഡിയിൽ ചെറിയ കഥകളി വേണമെന്ന്. കണ്ണൂരുകാരുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് തെയ്യമാണ്. സാരീസിൽ അതെ, വേറെ ഒരു ലെവല് തന്നെയാ. 398 രൂപയ്ക്ക് അതെ ഈ സാരി നമുക്ക് റീസണബിൾ ആൻഡ് മെറ്റീരിയൽ ക്വാളിറ്റി ഓൾസോ ഗുഡ്. യോക്കിന്റെ പോർഷനിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി വർക്ക്സ്, മറ്റേ ഈ സ്റ്റോൺ വർക്ക്സ് വരുന്നുണ്ട്. ആ ബോഡി മൊത്തം ഫ്ലോറൽസ്. ആൾക്കാർ ഇതാ ഈ വഴിക്കൂടിയാണ് സാധാരണ കയറി വരാറ്. പ്രീമിയം ക്വാളിറ്റിയിൽ ബലരാമപുരം കസവ് സാരിയാണ് കേട്ടോ ഇത് വരുന്നത്. തൃശ്ശൂർ പൂരത്തിന് ഇറക്കാം നമുക്ക് ഇപ്രാവശ്യം. ഈ ഗേറ്റ് ഓൾവേസ് ഓപ്പൺ ആണ്, എപ്പോൾ വേണമെങ്കിൽ കയറി വരാം. ഇവിടെ ഫുൾ ചാകര പോലെ കിടക്കുന്നുണ്ട്. ഈ 2 കളർ കോമ്പിനേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കറന്റ്ലി നമ്മുടെ കസവ് കുർത്തീസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ഹാൻഡ് പെയിന്റഡ് ഹാൻഡ് വർക്ക്സ് ആണ്. നല്ല റീസണബിൾ റേറ്റ് ആയിരിക്കും, ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങളുടെ വീഡിയോസ് കാണലുണ്ട്, അതിന് മുന്നേ ഈ കടേൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. നല്ല കളക്ഷൻസ് ആണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അടുത്ത് വെച്ച കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇത് ഫ്രണ്ട് ആണ്, ബാക്കിലും വർക്ക് ഉണ്ട്. ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്. എന്നെ മാത്രം നോക്കൂ, ഫോക്കസ് ചെയ്യൂ, നിങ്ങൾ പിടിക്കപ്പെടും. യെസ്, ക്യാമറയിലും നാളെ പിടിക്കപ്പെടും. നൈസ് ടു മീറ്റ് യു. ഗസ് ചെയ്യാൻ പറ്റാത്ത പ്രൈസിലാണ് ഗൈസ്. എൻ്റെ കല്യാണം വെരി റീസെന്റ് കഴിഞ്ഞത്. അതിനൊരു വിഷമം എന്ത് പോവാത്? താമര. S മുതൽ XXL വരെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ആൻഡ് ഒരു ഹിന്റ് തരാം, ബിലോ 800 ആണ്. ഇത് ഹാൻഡ് വർക്ക് ഡബിൾ മുണ്ടു. MRP വരുന്നത് ഇതാണ്, ആൻഡ് നിങ്ങളുടെ ഓഫർ പ്രൈസ് ഇതാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷമുണ്ട്, ഞാൻ വീണ്ടും പാലക്കാട് 3ാമത്തെ തവണ സെയിം കടയിലേക്ക് തന്നെ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം ഇനി വിചാരിക്കും നിങ്ങൾ 3ാമത്തെ തവണ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? പുതിയ കളക്ഷൻസ് വീണ്ടും വന്നിട്ടുണ്ട്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ? നമ്മുടെ ഒരു പീക്ക് ടൈമാണ് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നാലും നമ്മൾ ഒരാളെയും കൂടി കാണിക്കുമ്പോൾ അത് പൂർണ്ണമാക്കി തരാം എന്തായാലും. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് തത്തമംഗലത്താണ്. പിന്നെ ഇങ്ങോരെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എവിടെയാന്നുള്ളത്. യെസ്, നമ്മൾ നമ്മുടെ സ്വന്തം ഹരാദിയിൽ. യെസ്, ഹരാദി ഇനി എവിടെയാന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായോ? എന്നാലും അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, എന്നാലും അത് കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സാക്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാം അല്ലെ നമുക്ക്. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട്? ഇത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആണ്, അതായത് ഒരു ഓർഫനേജ് ആണ്. അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇവിടെ ഈ അമ്പലത്തിന്റെ പേര്? ഇത് ചോറ്റാനിക്കര അമ്പലത്തിന്റെ ലൈനിലുള്ള സ്വർഗഭണ്ഡാര സ്വാമി ക്ഷേത്രം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ജസ്റ്റ് തൊട്ട് അടുത്താണ് കേട്ടോ ഈ ഹരാദി എന്ന് പറയുന്നത്. ഇനി നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ വീടൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. വരൂ. പെട്ടെന്നൊരു മഴ, അടിപൊളി ഒരു ഓട്ടോ. അപ്പൊ മഴ വന്നാലും പേടിക്കൊന്നും വേണ്ട, കൊടയൊക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ എക്സാക്ട് ഇവരുടെ മെയിൻ ഗേറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ റീൽസിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ചുകൂടി അടുത്തേക്ക് വരാണെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിയിട്ടും പറയാം ഇത് ഹരാദി ആണോ എന്ന് ചോദിച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറെ പേരുണ്ട്. അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗേറ്റ് ഓൾവേസ് ഓപ്പൺ ആണ്, എപ്പോ വേണമെങ്കിൽ കയറി വരാം. അത് കൂടാണ്ട് ഇതാ ഇങ്ങോട്ട് വരുമോ. അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയണതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. നമ്മളിപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറയാം അയ്യോ ഇത് ഹരാദി അല്ല, എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ തിരിഞ്ഞിങ്ങനെ വന്നിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് നീങ്ങും. ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോ പറയണത് ഇതാണ് ശരിക്കുള്ള ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇതാ ഈ വഴിക്കൂടിയാണ് സാധാരണ കയറി വരാറ്. ഇത് ഇൻസ്റ്റയിൽ നമ്മൾ ഈ സൈഡിൽ കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് എടുത്ത് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ. അപ്പൊ 2 ഗേറ്റ് ഉണ്ട്. ഇവിടുന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെയാണ് കയറേണ്ടത്, അവിടെ നിന്നായാലും നിങ്ങൾ ഇവിടേക്ക് തന്നെയാണ് കയറേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ടൈം വരുമ്പോൾ ഒരു 90% നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെർഫെക്റ്റ് ആയി. അതാണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇതൊരു വീടാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ കളക്ഷൻസിന് ഒരു കുറവുമില്ല, കളക്ഷൻസ് ഇഷ്ടം പോലെ. പിന്നെ എന്ത് വേണം എല്ലാം ഇവിടെ കിട്ടും. പിന്നെ 2 പ്രാവശ്യവും ഞാൻ സാരി കൊടുത്ത, ഈ പ്രാവശ്യം മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് നമുക്ക് 3 പീസ് ആയി കൂടാ? യെസ്, കുറേ ചേച്ചിമാര് ചോദിക്കണ്ടേ എന്തുകൊണ്ട് സെറ്റും കൊണ്ട് സാരി കുർത്തി സെറ്റ് എവിടെ? ഇഷ്ടം പോലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഉടുത്ത് ഇനി കാണിച്ചതാണ്. ഇനി ഇതിന്റെ എത്ര കളേഴ്സ് ഉണ്ട്, എത്ര ഡിസൈൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്ന് നോക്കാം. ഇതാണ് പണി കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ പ്രവേശനം അല്ലേ? അപ്പൊ നമ്മള് വെൽക്കം, നമ്മളെല്ലാരും ഒരുമിച്ചാണ് വെൽക്കം ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടുത്തെ ഡീറ്റെയിൽസ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റാക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിലും റാക്ക് ഉണ്ട്. ബാക്കിലും ഒന്ന് നോക്കി നോക്കിയാൽ ബാക്കിലും റാക്ക് സെറ്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം ചേച്ചിമാർക്കുള്ള കുർത്തി സെറ്റ്സ് ആണ്. ഇവിടെ ഫുൾ ചാകര പോലെ കിടക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ മേലത്തെ ഷോറൂമും കിടക്കുന്നുണ്ട്.
ദി ഫുൾ സാരീസും ഉണ്ട്, റാക്കില സെറ്റ് മുണ്ടു, ഡബിൾ മുണ്ടു. ആൻഡ് അപ്പുറത്തെ സെക്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുൾ സാരീസ് ആണ്. ആൻഡ് റാക്ക് കുറച്ചും കൂടെ റാക്സ് വരുന്നുണ്ട്, അതിനുകൊണ്ടാണ് ഇവിടെ താഴെ വെച്ചിട്ടുള്ളത്. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മുകളിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കുക ചെയ്ത അല്ലെങ്കിൽ മുകളിലും ഉണ്ടോ? മുകളിലുണ്ട്. അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എത്ര ഉണ്ടോ അതേപോലെ ഇവിടെ ഉണ്ട് ഇപ്പോ. സ്റ്റോക്ക് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇത് പണിതെന്ന് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. അതല്ല നമ്മൾ ചോദിക്കണത് ഒരു മര്യാദയാണല്ലോ, ഇത് അവിടുത്തെ തന്നെയാണോ കൊണ്ടുവച്ചതെന്നുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം എന്താണ് വെറൈറ്റി? ഇപ്രാവശ്യം കുർത്തി സെറ്റ്സ് ആണ് ലോഞ്ച്. ഓക്കെ, കുർത്തീസിന്റെ വെറൈറ്റീസിന്റെ. അതുപോലെ തന്നെ ഒരു ഇതും കൂടി പറഞ്ഞുതരാം, കേരള സാരി മാത്രല്ല കളർ സാരി വരെ ഒരു ഇറക്കിയിട്ടുണ്ട്. യെസ്, അത് സർപ്രൈസ്. ആ സർപ്രൈസ് ഞാൻ പൊട്ടിച്ചു. ഞാൻ കാണുമ്പോഴേ ഒരു കുന്ന് കളർ സാരി, ഇതെന്ത് ഇവിടെ കേരള ട്രഡീഷൻ മാത്രം അത് വിട്ടിട്ട് ഇപ്പൊ കളർ സാരി എല്ലാ ചേച്ചിമാരും ചോദിക്കണത് കളർ സാരിയും കൂടി ചോദിക്കുന്നുണ്ടെന്ന് അവരെ കടയിലേക്ക് വെക്കുക. അപ്പൊ ഇവര് ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തു. യെസ്, യെസ്റ്റർഡേ ആണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. ഒരു ഒഫീഷ്യൽ ആയിട്ട് യെസ്റ്റർഡേ ആണ് കളർ സാരീസ് ലോഞ്ച് ചെയ്തത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? യെസ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. എടുക്ക് പോരട്ടങ്ങട്. ഫസ്റ്റ് വൺ ഒരു ഓണത്തിന്റെ ഇത് തന്നെ ആയിക്കോട്ടെ. ഇത് കണ്ടോ, കഥകളി ഉണ്ട്, നമ്മുടെ പത്മനാഭസ്വാമിയുടെ ഗോപുരം ഉണ്ട്, ഗുരുവായൂർ അമ്പലനടയുണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ ആനയുണ്ട്, എല്ലാം ഉണ്ട്. ഓ, ആ സൈഡ് ആന, യെസ്, ഈ സൈഡ് കഥകളി, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ അല്ലേ? ഇതില് ഈ ഒരു കളർ ഷെയ്ഡ് ആണോ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ കസവ് സാരീസിൽ പോകുന്ന ഒരു കളർ കോമ്പിനേഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ തന്നെ ചെയ്തത്. അടിപൊളി കേട്ടോ, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ഒരു കളർ ഷെയ്ഡ്. പിന്നെ ഇവിടെ റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ഇനി റീറ്റെയിൽക്കാർക്ക് സെപ്പറേറ്റ് റേറ്റ്, ഹോൾസെയിൽക്കാർക്ക് സെപ്പറേറ്റ് റേറ്റ്. പിന്നെ കുറെ പേര് കമന്റിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, അത് കാണുന്നത് മനുഷ്യന്മാരെ. ക്വാളിറ്റി മാത്രമല്ല, അത് മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ അത് റീറ്റെയിൽ പ്രൈസ് ആണ്. ഹോൾസെയിലിൽ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. ഡെഫിനറ്റ്ലി അത് അറിയണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. അത് നമ്മൾ എന്താ പറയാ, വെബ്സൈറ്റിൽ കൂടെ നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതെന്തോടൊപ്പം ഇത് ഇപ്രാവശ്യം കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ ചോദിച്ചാണ്, മുന്താണിയില് വലിയ കഥകളി, ബാക്കി ബോഡിയിൽ ചെറിയ കഥകളി വേണമെന്ന്. കൊടുത്തു, അത്രേ ഉള്ളൂ. ചോദിക്കുന്നവർക്ക് നമ്മൾ തരും എന്താണെങ്കിലും. അതെ, പറഞ്ഞാ മതി, ഡിമാൻഡ് ചെയ്യാം. ഇത് ഒരു ഹിറ്റ് സാധനമാണ്. ഇതില് ഞാൻ കാണിച്ചു തരാം. ആ ബോഡി മൊത്തം ഫ്ലോറൽസ്. ഓ, ഫുൾ ഓവറോൾ ഡിജിറ്റൽ ചെമ്പരത്തി അല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ വല്ലൊരു ലോട്ടസ് കൊണ്ട് വന്നിരുന്നാ? ഇല്ല കേട്ടോ. ഇല്ലല്ലേ? ശരിക്കും യൂണീക് കളക്ഷൻ ആണ്. എന്താ ഇത്? ചെമ്പരത്തിയുടെ ഫുൾ ഓവറോൾ ടിഷ്യൂലാണ് വരുന്നത്. ഇതിങ്ങനെ വലിച്ചുവാരി ഇട്ടാ അവർക്ക് തന്നെ പണിയാവും. അത് കുഴപ്പമില്ല. ഇത് നമ്മുടെ ഹിറ്റ് ആയ സാധനം പോൾക്ക ഡോട്ട്സ്. എപ്പോഴത്തെയും ട്രെൻഡിയാണ് ഈ പോൾക്ക ഡോട്ട്സ്, ടെമ്പിൾ അങ്ങനെ പറയുന്ന സാരീസ്. പ്രീമിയം ക്വാളിറ്റിയിൽ ബലരാമപുരം കസവ് സാരിയാണ് കേട്ടോ ഇത് വരുന്നത്. അല്ല, അടിപൊളി സറി വർക്കിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബലരാമപുരം ബോർഡേഴ്സും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സാരിയും വിത്ത് ബ്ലൗസ് ആണ്. സാരിയുടെ ലെങ്ത് 6.5 മീറ്റർ ആണ്. മൊത്തത്തിൽ 6.4. അപ്പൊ അതിൽ വിത്ത് ബ്ലൗസ് അടക്കാണെന്നായി പറഞ്ഞത്. പക്ഷെ ബ്ലൗസ് വേണ്ട, നമുക്കിവിടെ കോൺട്രാസ്റ്റ് ഉണ്ട്, റെഡിമേഡ് ബ്ലൗസ് ഉണ്ട്, അത് അൺസ്റ്റിച്ചഡ് ഉണ്ട്, മെറ്റീരിയലും ഉണ്ട്, റെഡിമെയ്ഡും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും, ഒന്നിനും പുറത്തേക്ക് പോകണ്ടെന്ന്. അതെ, ജെൻസിന്റെ ഐറ്റംസ്. ഈ സാധനം നമ്മുടെ ഹറാദിയില് ഏറ്റവും ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹിറ്റായ സാരിയാണ്. ഇതിന് കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഇപ്പൊ ഒറ്റ കളർ ഷെയ്ഡില് 200 പീസ്, അത് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഓ, എന്നാലും 200 പൈസയെങ്കിലും ഉണ്ടല്ലോ. അതൊരു സമാധാനം. ഫുൾ ഇതാണ് പല്ലു പോർഷൻ. നല്ല ഗ്രീൻ, അടിപൊളി ഗ്രീൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടതിന് മതി. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഗ്രീൻ മറൂൺ സെറ്റ്. പിന്നെ കോലം ഡിസൈൻ ചേച്ചിമാരുടെ കുറേ പേര് ചോദിച്ചു തന്നെയായിരുന്നു. ഈ കോലം ഡിസൈൻ തമിഴ്നാട്ടിലാണ് ഈ ശരിക്കും കോലം. പക്ഷെ ആ കോലം തമിഴ്നാട്ടുകാരെക്കാളും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കേരളീയരാണ്. അതുകൊണ്ട് ഓവറോൾ ഉണ്ട്. ഇത് പ്രിന്റ് ആണ് അല്ലേ? അതെ, പ്രിന്റ്. ആൻഡ് ബോഡിയിലും ഇതേപോലെ ഫുൾ വരുന്നുണ്ട് ഓവറോൾ. എത്ര പീസ് വേണമെന്ന് ചോദിച്ചാ മതി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നീന്തി കളിക്കുന്ന അരയനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് തന്നെ ഒരു ജക്കാർഡ്. എന്തായിരുന്നു വ്യത്യാസം ഈ പ്രാവശ്യം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലുതായിരുന്നു. ആൻഡ് ഇതില് കസവ് ബോർഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഇത് അതിലെക്കാട്ടിലും കുറച്ചും കൂടെ പ്രീമിയം ആണ്. ആൻഡ് കുറച്ചും കൂടെ ചെറിയ അരയന്നങ്ങളാണ്. ആൻഡ് ബോഡി ഫുൾ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് നീന്തി കളിക്കാം. ഇത് ആക്ച്വലി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഇതും കൂടി ആഡ് ഓൺ ചെയ്തു, ടെമ്പിൾ വർക്ക്. ആൻഡ് ഈ മറ്റേ പല്ലു പോർഷനിലാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള കസവും കൂടെ കൊടുത്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തു. ഓക്കെ,
ആൻഡ് കളക്ഷൻസ് ഇഷ്ടംപോലെ ഇറക്കിയിട്ടില്ല. പുതിയ പുതിയ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അത് എൻ്റെ വീഡിയോ കണ്ട് വന്നു എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എല്ലാം മുകളിലത്തെ ഇതിൽ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ആളെ പിടിക്കുമ്പോൾ ആൾ എന്നോട് പറഞ്ഞ കാര്യം അവിടെ ചെല്ലുമ്പോൾ ആൾ അത് തന്നെയാണ് പറയുന്നത്. ആള് പറഞ്ഞത് എല്ലായിടത്തേക്കാളും അല്ല, നമുക്ക് ഇവിടെ വരുമ്പോൾ സെലക്ഷൻ ഉണ്ട്. യെസ്, അത് കുറേ പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളതെന്ന്. അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കാരണം എല്ലാവിടെയും കിട്ടുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. എനിക്കിത് കണ്ടിട്ടോ എന്റെ പൊന്നോ, നോക്ക് ഇത്രയും വലിയ ബോർഡർ. യെസ്, ഒറ്റ സാധനം പോൾക്ക ആൻഡ് ടിമ്പിൾ. ഒരു രക്ഷയില്ല. ഞാനൊക്കെ ഫ്ലാറ്റ് ആയി പോകും ഈ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ കേട്ടോ. ഇത് എനിക്ക് ശരിക്കും തെച്ചിപ്പൂ. സൂപ്പർ സൂപ്പർ. യെസ്, വെറുതെ അല്ല കേട്ടാ ചേച്ചി പറഞ്ഞ, ചേച്ചിയാണ് കുട്ടിയാണ് എന്തെങ്കിലും ആവട്ടെ, പറഞ്ഞത് കറക്റ്റാണ്. ഇതുപോലത്തെ ഡിസൈൻസ് വേറെ എവിടെയും ഇല്ല. സൂപ്പർ. ഇത് തെച്ചിപ്പൂ. ഓ, ഇനി ഇതൊക്കെ ഇതില് കോട്ടനും ഉണ്ട് ടിഷ്യൂ ഉണ്ട്. ഇപ്പൊ താഴെ ടിഷ്യൂ ആണുള്ളത്, മേലെ കോട്ടൺ കാണിച്ചു. ഈ സൈഡ് മൊത്തം ഇരിക്കുന്നത് ടിഷ്യൂ ആണോ? അല്ല, ഇതില് മിക്സഡ് ആണ്. മിക്സഡ് ആയിട്ട് വെച്ചിട്ടില്ലേ? ഓക്കെ. ഇനി നമ്മളിത് കണ്ടു. ഒരു തീ സാധനം കാണിച്ചു തരാം. ഇത് എന്താ തോന്നുന്നേ? അത് തീ. പക്ഷെ അല്ല, ഇതില് തെയ്യമാണ്. കണ്ണൂരുകാരുടെ തെയ്യം. സംഭവം ഉള്ളിലാണോ ഒളിപ്പിച്ച് വെച്ചിരിക്കണത് അല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരെ. ഒരു കോർണർ സൈഡ് ആണ് അല്ലേ ഇത് വരുന്നത്? യെസ്, അത് മുന്താണി പോർഷനിലാണ് ഈ തെയ്യം വരുന്നത്. ഇങ്ങനെ ശരിക്കും ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ നമ്മൾ വൺ സൈഡ് ഇട്ടിട്ട് പിടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് അത് കിട്ടൂട്ടോ. അതെ, അതുപോലത്തെ ഒരു കളർ കോമ്പിനേഷൻ. ഹാൻഡ് പെയിന്റഡ് ആണ്. നല്ല ഉടുത്തതിനാ തെയ്യം. കണ്ണൂരുകാരുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് തെയ്യമാണ്. അതെ, അത് അവര് ഇത് കൊണ്ടുപോട്ടാ. യെസ്. പിന്നെ ഈ ആനേനെ കുറിച്ചിട്ട് ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ അടിപൊളിയാണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ്. അല്ല, ഒരു കാര്യം പറയാം, അത് കണ്ണൂര്, ഇത് തൃശ്ശൂര്. അല്ല പിന്നെ തൃശ്ശൂർ പൂരത്തിന് ഇറക്കാം നമുക്ക് പ്രാവശ്യം. അതെ, കിടക്കട്ടെ. ഇത് ഫുൾ എംബ്രോയിഡറി വരുന്ന ആനയുടെ ഡിസൈൻ വരുന്നത്. ഓവറോൾ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ്. ഗസ് ചെയ്യുന്നവർക്ക് ഈ സാരി ഫ്രീ. ഞാൻ ഒരു വെബ്സൈറ്റിലല്ലേ? വെബ്സൈറ്റില് ഉണ്ട്. അപ്പൊ പിന്നെ ഗസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ഞങ്ങൾ വേണമെങ്കിൽ കുറച്ച് ദിവസം ഓഫ് ചെയ്തിടാം ആ സാധനം. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ഇടുന്നവർക്ക് മാത്രം ഈ സാരി കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് പറയണം. ആൻഡ് ഒരു ഹിന്റ് തരാം, ബിലോ 800 ആണ്. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്തോ. ഗസ് ചെയ്തിട്ട് ഈ പറയണ എമൗണ്ട് കറക്റ്റ് ആണെങ്കിൽ യെസ്, നിങ്ങൾക്ക് ഈ സാരി ഫ്രീ. നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരാം. പോരെ? ഒരു കൊറിയർ കാശ് ഒന്നും വേണ്ടെന്ന്, ഫ്രീ ആണ്. പിന്നെ മയില്, ആന, തെയ്യം, മയില് എല്ലാം വെറൈറ്റി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി എന്താ പറയാ, നമ്മൾ കാണാത്ത കുറച്ച് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇവിടെ വരുമ്പോ കാണാറുണ്ട് കേട്ടോ. നല്ല നല്ല കുറച്ച് യൂണിക് കളക്ഷൻസ്. കുർത്തീസ് ഇതിന്റെ കാര്യമില്ല, സാരീസിൽ അതെ വേറെ ഒരു ലെവല് തന്നെയാ. രക്ഷയില്ലാത്ത കളക്ഷൻസ്. പല്ലു പോർഷൻ ഫുൾ മയില്. ഇത് ഹാൻഡ് പെയിന്റ് ആണ്. അതിന്റെ മേലെ ബോർഡർ പോർഷനിൽ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബോഡി പോർഷനിൽ ഫുൾ മയിൽ വർക്ക്. യെസ്, ഇതാണ് ബോഡി പോർഷൻ വരുന്നത്. പ്രാവശ്യത്തെ ഓണം കളറാണ്, കളർഫുൾ ആക്കും നമ്മള്. പിന്നെ ഇതൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരി, ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന. ഇത് ഓവറോൾ ഉണ്ട് അല്ലേ? അത്യാവശ്യം. ഇത് മുന്താണിയുടെ പോർഷൻ വരുന്നത്. പിന്നെ ബോഡി പോർഷൻ ഇതുപോലെ വരും. ഇങ്ങനെ ഓവറോൾ നോക്കുമ്പോ ഇങ്ങനെയാണ് വരുന്നത്. യെസ്, കലക്കും. ഇവിടെ ഇത് നമ്മുടെ 3 പീസ് കുർത്തീസ് ഒക്കെ ഈ ഫ്ലോറിലുണ്ട്. ഇവിടെ ഞാൻ കുറച്ചു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടിഷ്യൂടെ തെച്ചി, ഇത് കോട്ടൺ. ഓ, അങ്ങനെ രണ്ട് മെറ്റീരിയലും വരുന്നുണ്ട് അല്ലേ? നമുക്ക് കുർത്തീസ് കണ്ടാലോ? ഞാൻ അതിനെ വെയിറ്റിംഗ്. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോ എന്തൊക്കെയോ ഡിഫറെന്റ് എനിക്ക് കാണാൻ ഇവിടെ വരാൻ പറ്റാറുണ്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോ ഒന്ന് നേരിട്ട് വരുമ്പോ ഒന്ന് വിളിച്ചിട്ട് പറയാം. കാരണം എന്ന് വെച്ചാ ഇത് കുറച്ച് സ്റ്റോക്സേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ റൂമില്, വീടിനകത്ത്, മേലെ സ്റ്റോറിൽ എല്ലാം ഉണ്ട്. ഒരു ബണ്ടിൽ പൊട്ടിച്ചാലോ? ആക്ച്വലി ബണ്ടിൽ പൊട്ടിക്കുന്നേക്കാളും മുന്നേ ലുക്ക് കാണണ്ടേ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇതല്ലേ കമന്റ് ചെയ്യുക. പിന്നെ സുന്ദരിയല്ലേ ആണെന്ന് പറയണ കേട്ടോ, അല്ലെങ്കിൽ മോശമാണ്. ഓക്കെ, ഇത് ആക്ച്വലി 2 ഷെയ്ഡാണുള്ളത്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഫുൾ ഹെവി ആയിട്ടുള്ള യോക്കിലത്തെ വർക്ക് ഉണ്ട്. ഫുൾ ഹെവി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ നമുക്ക് ടിഷ്യൂന്റെ നമ്മുടെ കസവ് ടിഷ്യൂ ആണ്. പിന്നെ ഹറാദി പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇതിൽ 2 ഷെയ്ഡ് ആകെ ഉള്ളൂ. ഒരെണ്ണം ഈ ഒരു പിങ്കും, ഒരെണ്ണം ഒരു സ്കൈ ബ്ലൂ കളർ. അതിന് 2 ഷെയ്ഡുള്ളൂ. പക്ഷെ എടുക്കുമ്പോൾ സെറ്റ് എടുക്കണം. ഹോൾസെയിൽക്കാർക്കാണെങ്കിൽ, റീറ്റെയിൽ ആണെങ്കിൽ സിംഗിൾ പീസ് എടുക്കാം, കിട്ടും. അപ്പൊ റേറ്റിന് ഒരു വേരിയേഷൻ വരും. ആ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക, വിളിച്ച് ചോദിക്കുക, വീഡിയോ കോൾ ചെയ്യുക.
ആൻഡ് ഈ യോക്കിൻ്റെ പോർഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി വർക്ക്സ് മറ്റേ ഈ സ്റ്റോൺ വർക്ക്സ് വരുന്നുണ്ട്. ഇത് ചേച്ചി ഇട്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു യോക്ക് പോർഷനാണ്. ആൻഡ് അതിൽ തന്നെ ഡിഫറെൻറ്റ് വൈഡ് വെറൈറ്റീസ് ഓഫ് ഇതുണ്ട് ഡിസൈൻസ്. ഇപ്പൊ ഇത് കാണുന്നത് മൊത്തം യോക്കിലത്തെ ഡിഫറെന്റ് വർക്കുകളാണ് കേട്ടോ. ഒന്നും എന്താ പറയുക സിമിലർ അല്ല. ബേസ് വരുന്നത് ടിഷ്യൂലാണ്, പക്ഷെ യോക്കിലത്തെ വർക്ക് ഹെവി വർക്ക് വരുന്നത് ഒക്കെ വേറെ വേറെ ഡിസൈൻസ് ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്ത് കവറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട്. ഇനി ഇതിൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ പാൻറ്റ് കോൺട്രാസ്റ്റ് ആണ്, അതുപോലെ തന്നെ ദുപ്പട്ടിയും കോൺട്രാസ്റ്റ് ആണ്. യെസ്, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക്. ഈ 2 കളർ കോമ്പിനേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മുടെ കസവ് കുർത്തീസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സൂൺ ഡിഫറെൻറ്റ് വൈഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ഇറക്കിക്കണ കളക്ഷൻസ്. ഇനി നമുക്ക് മുകളിൽ അല്ല, അതിന് മുന്നേ ഡബിൾ മുണ്ടിലൊരു വെറൈറ്റി വന്നിട്ടുണ്ട്. അതായത് ചേട്ടന്മാരുടെ മുണ്ടൂല്. ചേട്ടന്മാരുടെ മുണ്ടൊക്കെ ഇതാ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാരുടെ മുണ്ടുകള്, ചേട്ടന്മാരുടെ മുണ്ടൂല്. അതെ, ഓ അവിടെ എത്തിക്കാളും എന്തോരം സ്പേസ്, എന്നാ എന്തോരം കളക്ഷൻസും. അതെ. അപ്പൊ ചേട്ടന്മാരുടെ മുണ്ടാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ നമുക്ക് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള മുണ്ടും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഹിറ്റ് അക്ഷരമാല, അതൊക്കെ 2 കൊല്ലം മുന്നത്തെ ഹിറ്റാണ്, പക്ഷെ ഇപ്പോഴും ഹിറ്റാണ്. അത് പക്ഷെ കൂടുതൽ സാരീസിലായിരുന്നു മുണ്ടില്. അതെ, അത് കാരണം ഇത് ക്വാളിറ്റി ആണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. നമ്മുടെ ഹറാദിയുടെ ക്വാളിറ്റി വീണ്ടും വീണ്ടും തേടി വരുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തതാണ് ഇതെല്ലാം. ഇനി ഇതൊക്കെ മുണ്ടിന്റെ കളക്ഷൻസ് അല്ല, ജസ്റ്റ് ഒന്ന് അടുത്ത് നോക്കിയാലേ ഇതിന്റെ ഡിസൈൻസ് നിങ്ങൾക്ക് ഏകദേശം കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ കളക്ഷൻസ് ഒക്കെ. ഓ ഇതെന്തത്, ഇതൊക്കെ പൂവോ? ഇല്ല, പൂവില്ല. എല്ലാം ഹാൻഡ് പെയിന്റഡ് ഹാൻഡ് വർക്ക്സ് ആണ്. ഓ കല്ലുള്ള മുണ്ടാ, സൂപ്പർ സൂപ്പർ. പിന്നെ നോർമൽ ആയിട്ടുള്ളത് അതും ഉണ്ട് കേട്ടോ. കസവുമുണ്ട്, നോർമൽ ആയിട്ടുള്ള കസവുമുണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പാച്ച് വർക്ക് ചെയ്തതുണ്ട്. കസവുമുണ്ട് ഉണ്ട്, കസവും കറി ഉണ്ട്. അതെ, ഏത് മോഡൽ വേണം? സ്റ്റിക്കർ വർക്ക് വേണോ? സ്റ്റിക്കർ വർക്കും ഉണ്ട്. അതല്ല ബ്രൈഡൽസ് വേണോ? ഗ്രൂമിനുള്ളതും ഉണ്ട്. ഇത് കണ്ടോ? ഓ ഫുൾ ടിഷ്യൂല് അല്ലേ? ഓക്കെ. അതിൽ ഡിസൈൻ വേണോ? അതും ഉണ്ട്. ആൻഡ് ഇതൊരു അടിപൊളി സാധനം, ഫുൾ ഹാൻഡ് പെയിന്റ് സിൽവറില്. യെസ്. എന്താ ഹൈറ്റ്? നമുക്ക് ഹൈറ്റ് പറഞ്ഞിട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ്. അപ്പൊ ലെങ്ത് നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ഡബിൾ മുണ്ടൂല് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ 4 മീറ്റർ ആണ് ഈ മുണ്ടൂടെ വരുന്നത്. ആൻഡ് ഫുൾ കോട്ടൺ. ഏത് കളർ ഷർട്ട് ഇടും? ഷർട്ടൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത്. അതുപോലെ കുറേ ഡിസൈൻസിലുണ്ട് കേട്ടോ. കൃഷ്ണനുണ്ട്, കൃഷ്ണൻ. പക്ഷെ വെറൈറ്റി നന്നായി ഇറക്കിണ്ട് കേട്ടാ. ഓണത്തിന്റെ ലാസ്റ്റ് ഘട്ടായില്ലോ. ആ ലാസ്റ്റ് ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് ഇനി പുതിയത് ഇവര് ഇറക്കിക്കൊണ്ടിരിക്കണം. എല്ലാരും സാധാരണ ഈ ലാസ്റ്റ് ഘട്ടമാകുമ്പോഴേക്കും നമ്മള് മതി ഇനി അധികം വേണ്ട, തീർത്ത് വിടാൻ പോട്ടെ. പക്ഷെ ഇവരങ്ങനെയല്ല. ലാസ്റ്റ് സമയത്ത് ഇതേപോലെ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് ഓണത്തിന്റെ സമയത്ത് പോയി എടുക്കാം. അപ്പോഴായിരിക്കും യൂണീക് കളക്ഷൻസ് കിട്ടുക. പക്ഷെ അപ്പൊ പോയി നോക്കുമ്പോൾ എല്ലാം പഴയ കളക്ഷൻ ആയിരിക്കും. അതുപോലെ കസ്റ്റമേഴ്സ് ആവരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്ര അടുത്ത് വരുന്നു അത്രയും പുതിയ കളക്ഷൻസ് വരും. എപ്പോഴും പുതിയത് നല്ലത് കളക്ഷൻസ് ഇറക്കിക്കൊണ്ടിരിക്കാന്നാ പറയുന്നത്. അപ്പൊ ഈ കാണുന്നത് മൊത്തം നമ്മുടെ ഡബിൾ മുണ്ടിന്റെ കളക്ഷൻസ് ആണ്. പിന്നെ എന്താ പറയാ, വലിയ ഷോറൂം അല്ല. പിന്നെ ലൈറ്റ് സെറ്റപ്പ് അത് ഇതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമുക്ക് റീസണബിൾ ആയിരിക്കും. റീസണബിൾ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ് കിട്ടും. നമ്മൾ ഈ വലിയ കടകളിലൊക്കെ പോണ പോലത്തെ ആ റേറ്റ് ആവില്ല എന്തായാലും. അതെ, അത് നല്ല റീസണബിൾ റേറ്റ് ആയിരിക്കും, ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. പോരെ, ഇനി എന്ത് വേണം? പോരെ നമുക്ക് മേലെ പോവാം. അതെ വാ. യെസ്, നമ്മൾ അങ്ങനെ മേലെ എത്തി. ആൻഡ് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടല്ലോ. അല്ല, ഇവിടുത്തെ കളക്ഷൻ കാണുന്നതിനേക്കാൾ മുന്നേ എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴത്ത് വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു. എവിടെ നിന്നാണ്? കാലിക്കറ്റ് നിന്നാണ്. അപ്പൊ എന്നോട് ഒരു കാര്യം താഴത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ കടേനെ കുറിച്ച്? ഞാൻ വീഡിയോസ് കാണാറുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. അതിന് മുന്നേ ഈ കടേൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. നല്ല കളക്ഷൻസ് ആണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം അടുത്ത് വെച്ച കളക്ഷൻസ് ആണ്. ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾ എടുത്തതാണോ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് എടുത്ത് പറയണെന്ന് വെച്ചാൽ എല്ലായിടത്തും കിട്ടണേക്കാളും കുറച്ചുകൂടി നമുക്ക് റീസണബിൾ ആൻഡ് മെറ്റീരിയൽ ക്വാളിറ്റി ഓൾസോ ഗുഡ്. അതാണ് അത് കേൾക്കും നിങ്ങൾ എപ്പോഴും റേറ്റ് കൂടുതലാണ്. അതല്ല, ക്വാളിറ്റിയുടെ വന്ന് ഫീൽ ചെയ്തവരാണ് പറയുന്നത്. അപ്പൊ കാലിക്കറ്റ് ആണ്. എവിടെയാ സ്ഥലം? എങ്ങനെയാ കടയുടെ പേരും പറഞ്ഞു? സഹസ്ര ക്ലോത്തിങ് സ്റ്റോർ എന്നാണ് നമ്മുടെ കടയുടെ പേര്. വരുന്നത്.
വരുവാണല്ലോ ഓണത്തിന് മുന്നേ ഒരു സ്മോൾ പർച്ചേസ്. അത്രേ ഉള്ളൂ. പക്ഷെ ആ സ്മോൾ പർച്ചേസ് എന്ന് പറയുമ്പോ ഇത് തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് പറഞ്ഞിട്ടേ ഉള്ളൂ വിത്തിൻ എ വീക്ക് ഇത് മൊത്തം സെയിൽ ചെയ്തിട്ട് വേണം ട്രിപ്പിൾ പർച്ചേസിന് വരാനായിട്ട്. അപ്പൊ കൂടെ ഒരാളുണ്ടായിരുന്നു മുങ്ങി. ബ്രദർ. ആ കൂടെ ഒരാളുണ്ടായിരുന്നു. ബ്രദർ എന്തേലും പറയാണ്ട? താല്പര്യമില്ല. ആള് ഭയങ്കര ഇന്റർവെല്ലാന്ന് പറഞ്ഞ. അതെ, ഇന്റർനെറ്റ് ആണോ? അത് ഞാനിപ്പോ ശരിയാക്കി തരാം. ഒരു രക്ഷയിലും ഇന്റർനെറ്റ് ആളാ. തിരികെ നമ്മളാരും അങ്ങനെ വിടില്ല. അപ്പൊ തിരിച്ചോ. എന്തായാലും നമ്മൾ പിടിച്ചു, ഒരു രക്ഷയില്ല. അതെ, എന്തിനാ ഇത്ര ഇന്റർനെറ്റ് ആയിട്ട് ഇങ്ങനെ ആവണേന്ന് നമ്മളൊന്ന് സംസാരിക്കാൻ എന്താ കുഴപ്പം? അതൊക്കെ പോട്ടെ. ഇവിടെ ആൾക്കാരുണ്ടെന്ന് ഒന്നും മൈൻഡിൽ വെക്കണേ, എന്നെ മാത്രം നോക്കൂ, ഫോക്കസ് ചെയ്യൂ. ഈ ഹരാദിനെ കുറിച്ച് എന്താ പറയാ? ഫസ്റ്റ് ടൈം ആണോ പാലക്കാട്? ഫസ്റ്റ് ടൈം ആണോ? പാലക്കാട് ഇതില് വേറെ അടുത്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്, കുത്താമ്പള്ളി അങ്ങനെയൊക്കെ പോലുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇഷ്ടായി. ഇനി ഞാൻ മാത്രല്ല, നാട്ടുകാരെല്ലാരും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. പേരെന്താ? എങ്ങനെ കൂടെ സിസ്റ്റർ കൂടെ ഫുൾ ടൈം ആണോ? അല്ല, ഇത് ബിസിനസ് തന്നെ വേറെയുണ്ട്. ചുമതല ഏത് പമ്പിന്റെ? പെട്രോൾ പമ്പാ? ഏത് പെട്രോളിന്റെ? എനിക്ക് തരോ കുറച്ച് പെട്രോൾ? ഓക്കെ, അതവിടെ നിൽക്കണം. എന്തായാലും നമ്മുടെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. കാരണം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ എനിക്ക് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എടുത്തത് എനിക്ക് അയച്ചു തന്നു. സെയിം ടൈം അവൾക്കും ഞാൻ അയച്ചു കൊടുത്തു. അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ ആക്ച്വലി നമ്മളൊരു 10 ദിവസത്തിനുള്ളിൽ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. മോന്റെ കയ്യിൽ നിന്ന് ഞാൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യൂ. വിളിച്ചോളൂ. അതിനിപ്പോ കോൺടാക്ട് ചെയ്യാൻ മോന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിക്കണമെന്നൊന്നുമില്ല. സ്ക്രീനിൽ നമ്പർ അല്ല, സ്ക്രീനിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ബയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഈ കടനെ കുറിച്ച് ക്വാളിറ്റിനെ കുറിച്ചിട്ടല്ല വിളിച്ചു നോക്കിയിട്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അല്ലാണ്ട് വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പേര് ചോദിച്ചില്ല? ആദ്ര നായർ. ഓക്കെ, നമുക്ക് തുടങ്ങാം ഇനി. യെസ്, നമുക്ക് നമ്മൾ താഴെ ഒരു അരയണത്തിന്റെ ഡിസൈൻ കണ്ടിരുന്നില്ലേ? നമ്മുടെ ബൊമ്മക്കൊച്ചു എടുത്തിട്ടുണ്ട് ആ സാധനം. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പല്ലു പോർഷനൊക്കെ നോക്കൂ. ആൻഡ് പ്രീമിയം ക്വാളിറ്റിയിൽ കോട്ടണിലാണ് വരുന്നത്. പിന്നെ മെറ്റീരിയൽ ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഡമ്മി അല്ലേ? ആ ബ്ലൗസ് ഞങ്ങൾ ഒപ്പിച്ചതാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അതെല്ലാം ഹറാദിയുടെ ഓൺ. നമ്മുടെ ബൊമ്മക്കൊച്ച് ഫുള്ളും ഹറാദിയിൽ മുങ്ങി കുളിച്ചിരിക്കുക. ബൊമ്മ, ഇത് കമ്മല്, അങ്ങനെ എല്ലാം മൊത്തത്തില് ഹരാദിയാണ് വരുന്നത്. ഇനി ഇവിടുത്തെ കളക്ഷൻ നമുക്ക് നോക്കിയാലോ? യെസ്, ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ആണല്ലോ. ഞാൻ ആദ്യമേ പറയാം, ഗസ് ചെയ്യാൻ പറ്റാത്ത പ്രൈസിലാണ് ഗൈസ്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ വർക്കോട് കൂടിയിട്ടുള്ള കസവ് സാരീസ്. ഇതൊക്കെ പ്രിന്റ് ആണ് വരുന്നത്, പക്ഷെ പ്രിന്റിനും ഗ്യാരണ്ടി ഉണ്ട്. അതാണ്. ആൻഡ് പല്ലുവിൽ മാത്രമല്ല ഡിസൈൻ, ബോഡിയിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഓവറോൾ ഇങ്ങനെ 2 കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. ഏത് ബഡ്ജറ്റ് വേണമെങ്കിലും ഉണ്ടെന്ന്, അതല്ല ചുരുക്കം പറയാൻ വന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് മനസ്സുകൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം വന്ന ഹരാദി അല്ല, സെക്കൻഡ് ടൈം വന്ന ഹരാദി അല്ല, 3ാമത്തെ തവണ വന്നപ്പോ ഒന്നോടും ഇങ്ങനെ ഗ്രോയിങ് ആണ് ഇല്ലേ? യെസ്, നിങ്ങൾക്ക് പറയാല്ലേ, ഞാൻ മാത്രം പറഞ്ഞ പോലെ അല്ല. ഞാൻ സീരിയസ്ലി പറയാം, ആക്ച്വലി എല്ലാവർക്കും നന്ദിയുണ്ട് ഇങ്ങനെ ഹറാദിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആക്ച്വലി ഇപ്പം ചേച്ചി പറഞ്ഞു, ചേച്ചി ഇപ്പം 3ാമത്തെ തവണയാണ് വരുന്നത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ തന്നെ ചേച്ചി 3 വട്ടം വന്നു. 3 വട്ടം വരുമ്പോഴും 3 ലെവൽസ് ഓഫ് ഹറാദിയാണ് ചേച്ചി കണ്ടത്. സത്യം, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഈ എന്താ പറയുക, ഇവരുടെ ഗ്രോത്ത് നമ്മൾ നേരിട്ട് കാണാണ്. ഇവര് എന്താ പറയാ, ഒരു ഹിഡൻ സ്പേസ് ആയിരുന്നു. നമ്മളത് പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തു. അതാണ്. ഇത് കണ്ടോ, നല്ല ഫ്ലോറൽസ് വരുന്ന സാരി. ഇത് കളർ ചേഞ്ച് ആണ്. കളർ ചേഞ്ച് ലാവൻഡർ ഉണ്ട്, പക്ഷെ തീർന്നു. സോറി ഗൈസ്. പക്ഷെ നിങ്ങൾ വരുമ്പോ വേറെ വെറൈറ്റികളൊക്കെ വരും, കിട്ടും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. പക്ഷെ എന്തായാലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കൊണ്ടുപോകാനായിട്ട് അല്ലേ? പിന്നെ ഒരു വയലറ്റില് നല്ല കസോട് കൂടി. ഇതില് ഫുൾ ഹറാദിയുടെ സ്റ്റിക്കർ നമ്മുടെ ദൊടമ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വല്യമ്മ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ വല്യമ്മ പോരിങ്ങട് മക്കളെ പോര്. അതെ, ആ ഡയലോഗ് മറന്നിട്ടില്ല ആള്. അത് അപ്പൊ ഈ സ്റ്റിക്കർ ഫുൾ ഒട്ടിച്ച് വെച്ചിരിക്കണത്. ഇനി സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ എന്താ പറയാ, വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ ഓൺലൈൻ പർച്ചേസ് ത്രൂ ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ പോകുന്നുണ്ട്. അതിന്റെ ഒരു പ്രൂഫ് കാര്യങ്ങൾ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും അത് ലൈറ്റ് ആണെന്നാണ് ചിന്തിക്കാറുള്ളത്. പക്ഷെ അത് ലൈറ്റ് അല്ല, ആക്ച്വലി അതൊരു ക്യാമറയാണ്. നമ്മൾ പല വെബ്സൈറ്റുകളിലും ഉണ്ട്. നമുക്ക് ഓൺ വെബ്സൈറ്റ് ഉണ്ട് ആൻഡ് നിറയെ പ്ലാറ്റ്ഫോംസിൽ ഞങ്ങളുണ്ട്.
അതിനുവേണ്ടി പാക്ക് ചെയ്യുമ്പോൾ ഫുൾ റെക്കോർഡഡ് ആൻഡ് ഞങ്ങൾ ഫുൾ സേഫ്റ്റിയോടെ സെയിം പ്രൊഡക്റ്റ് കസ്റ്റമർ ഓർഡർ ചെയ്തത് തന്നെയാണ് ഞങ്ങൾ കൊടുത്തയക്കുന്നത് എന്നുള്ള പ്രൂഫിന് വേണ്ടിയിട്ട് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ക്യാമറയാണത്. ഇത് ഇവരുടെ പ്രൂഫിന് വേണ്ടി, ഇവരുടെ സെക്യൂരിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. കാരണം നമ്മൾ ഉടായ്പ നടത്തുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഈ റിട്ടേൺ അടിക്കുന്ന പരിപാടി ഉണ്ട്. അത് ചിലപ്പോൾ ഈ നല്ലതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പകരം കുർത്ത അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. ആ സാധനം ഒരു കസ്റ്റമർ 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ സാധനം അവരെടുത്തിട്ട് ഒരു സാധനം 2ആയിട്ട് ഫുൾ, ഇപ്പൊ സാരി ദേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടുന്ന് 2 സാരി എന്ന് വെച്ചിട്ട് അവരെ ഡെലിവറി പേഴ്സണിനെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇതിങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്യാമറ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോമായി ഇതുപോലത്തെ വലിയ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇവർ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടുന്ന് എന്തുണ്ടെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടും. യെസ്, ക്യാമറ അല്ലെങ്കിലും നാളെ പിടിക്കപ്പെടും. അത് ഇവിടെ മാത്രമല്ല, ക്യാമറ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെന്ന് ഞങ്ങൾ എല്ലായിടത്തും. ഇപ്പത്തെ ട്രെൻഡ് ആയിട്ടുള്ള മൈക്രോ ചിപ്സ് ഇതിന്റെ അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ. നിറയെ കളർ ഷെയ്ഡ്സിലുണ്ട്. ഇത് ഉള്ളിൽ മൊത്തം മൈക്രോ ചെക്ക് ആണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മുന്താണിയുടെ പോഷൻ വരുന്നത്. മുന്താണിയുടെ കളേഴ്സ് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് മെറൂൺ, കളർ കോമ്പിനേഷൻ. ഇതാണ് കേട്ടോ 2 ഷെയ്ഡ് ആയിട്ട് വരുന്ന കളേഴ്സ്. ഇതിന്റെ ഏത് ഇഷ്ടമുള്ള ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. 1 പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, 2 പീസ് ആണോ 10 പീസ് ആയാലും നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വാഴയൊക്കെ എന്തായി? വാഴയൊക്കെ കാലിയാ സത്യം പറഞ്ഞാല്. വാഴ കൊലച്ചു, അത് വാഴ വെട്ടിയപ്പോ വാഴ വെട്ടിയാലും തീർന്നു. ഇനി ഒരു രക്ഷയില്ലാതെ. പിന്നെ ഇതൊരു പ്രീമിയം സാരി. ബ്രൈഡലിന് വരെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഓണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓരോരോ സീസൺ അനുസരിച്ചിട്ട് മാത്രമല്ല, നമ്മുടെ വീട്ടില് പല ഫംഗ്ഷനുകൾ വരുന്നുണ്ട്. പാലുകാച്ചല് 28, 16 അങ്ങനെ കുറെ. 16 ഇത് കൊടുക്കില്ല, എന്തൊക്കെയാണ്. ഓക്കെ, അല്ല നല്ല നല്ല ഫംഗ്ഷനൊക്കെ അത്യാവശ്യം എല്ലാതും നമ്മൾ ഇങ്ങനത്തെ സാരീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെറ്റ് മുണ്ടും അവൈലബിൾ ആണ് ഇവിടെ. അപ്പൊ അങ്ങനത്തെ ആവശ്യത്തിന് കുട്ടീനെ നൂലുകെട്ട്, അതുപോലെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ വരുമ്പോ അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അതെ, ഇത് ടെമ്പിൾ ഡിസൈൻ. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് കോട്ടൺ സെക്ഷനിലാണ്. അതുകൊണ്ടാണ് ഈ കോട്ടൺസ് മാത്രം കാണിക്കുന്നത്. ടിഷ്യൂം നിലവിൽ വരുന്നുണ്ട് അപ്പുറത്തെ സൈഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ബ്രൈഡിന്റെ നല്ല കളക്ഷൻ ഉണ്ട് അല്ലേ? ഇത് എന്തോടപ്പാ? രാധാകൃഷ്ണൻ. സാധാരണ പ്രിന്റിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പ്രിന്റ് അല്ല, ഫുൾ വീവിങ് ആണ്. അടിപൊളി, ഒരു രക്ഷയില്ല. വീവിങ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈസും കൂടും. ക്വാളിറ്റി നല്ലതാണെന്ന് വെച്ചാൽ പ്രൈസ്. ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വാ 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 വാ, എന്തോ പറയാണ്ട് ആൾക്ക്. വാ, കല്യാണം റീസെന്റ് കഴിഞ്ഞു പോയി. ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞോണ്ട് എന്താ പ്രശ്നം? എന്റെ കല്യാണം വെരി റീസെന്റ് കഴിഞ്ഞത്. അതിനൊരു വിഷമം എന്തുകൊണ്ടാ വിഷമം എന്ന് വെച്ചാലേ ചക്കനെ കിട്ടിയതിന്റെ വിഷമല്ല, സാരി കിട്ടാത്തതിന്റെ. സാരി കിട്ടാത്തതിന്റെ. ഞാന് ഇത് കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഭംഗിയുണ്ട് ഇല്ലേ? നല്ല ഫുൾ വീവിങ്ങോട് കൂടിയിട്ട് ഞാൻ വരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഓരോന്നോരോന്ന് എടുത്ത് കാണാൻ നല്ല രസമില്ല അല്ലേ? അപ്പൊ അതുപോലെ ഇത് താങ്ക്സ്. അതുപോലെ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. കസ്റ്റമൈസേഷൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇതിൽ ഇങ്ങനത്തെ ഡിസൈനിൽ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൈഡൽസ് നെയിം വെച്ചിട്ട് അതെല്ലാം നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടെല്ലാം നെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും. പോരെ, ഇതിനകത്ത് ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് വിഷമിച്ചിരിക്കാൻ ഒരാള്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സിക്സാക്സ് ആണ്. കുറേ ചേച്ചിമാർ നമ്മുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ വന്ന് പോവാ. അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ പോലെ ചേച്ചിമാരെ ഞങ്ങൾ വീട്ടിൽ എത്തിച്ചേരും. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വരണോ? ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ. ഒരു സിംഗിൾ പീസിനൊക്കെ ആണെങ്കിൽ ഇത്ര ദൂരേക്ക് വരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഞങ്ങൾ ഹോൾസെയിലായിട്ട് മേടിക്കുന്ന കൂടുതൽ ബൾക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ വരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കടയിലേക്ക് കൊണ്ട് വെക്കാൻ പറ്റും. അതാണ് എടുത്ത് പറയുന്നത് കേട്ടോ. കുറേ ചെക്സ് ഉണ്ട്, ഡോട്ടഡ് സ്ട്രൈപ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇന്നത് എടുത്ത് കാണിക്കണം, ഇന്നെടുത്ത് കാണിക്കണം എന്നല്ല, പക്ഷെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം, അതല്ല വെബ്സൈറ്റ് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ടിഷ്യൂ സെക്ഷൻസ് കണ്ടാലോ? ടിഷ്യൂ ഈ സൈഡ് വരുമ്പോൾ ടിഷ്യൂ. ആക്ച്വലി ഈ സൈഡൊക്കെ മൂടി കിടക്കായിരുന്നു. ഇപ്പൊ നമ്മളാണ് ഈ സൈഡൊക്കെ മൊത്തം ഓപ്പൺ ചെയ്ത് ഇവിടെയൊക്കെ മാഷ് ഇട്ട് അവര് ഒതുക്കി വെച്ചേക്കായിരുന്നു അല്ലേ? ഇത് കണ്ടോ, ഇത് ടിഷ്യൂ ആണ്. ടിഷ്യൂല് ആഹാ, ഇതും അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, എന്ത് പൂവാ ഇത്? താമര. ഇതൊരു ബ്രൈഡൽ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക്. അതുപോലെ ടെമ്പിളിന്റെ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബൂട്ടാ വർക്ക് നമ്മൾ ബോഡിയിൽ ഫുൾ ബൂട്ടാ വർക്ക്സ്, പ്ലെയിൻ അല്ല, ബോഡി ഫുൾ ബൂട്ടാ വർക്ക്സ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതിൽ കളർ ചേഞ്ചും ഉണ്ടല്ലേ? ആ ഒരു സാരി ഓർമ്മയുണ്ടോ?
ഓ സീതാ കല്യാണി എത്ര പേര് ചോദിച്ചു എന്നറിയാം. നമ്മുടെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ഏകദേശം ഒരു 1 മില്യൺ അടിച്ചു. അടിച്ചു. അടിച്ചത് ഈ ഒരു സീതാ കല്യാണി കാരനാണ്. ഈ ഒരു സീതാ കല്യാണി ഇവര് പ്രൊഡക്ഷൻ ചെയ്ത് തോറ്റു. ആൾക്കാർ മേടിച്ച് നിർത്തുന്നില്ല. ഈ വീക്ക് തന്നെ ഞങ്ങള് സെയിൽ ചെയ്തത് 2000+ സീതാ കല്യാണ സാരിയാണ്. ഇനി ഓണത്തിനല്ലേ ഇത് ഈ ആഴ്ച മാത്രം. ഇനിയും കുറെ പ്രൊഡക്ഷനിലുണ്ട്. ഞാൻ വരുന്നേ ഉള്ളൂ. ഡെയിലി ബണ്ടിൽസ് ഈ സീതാ കല്യാണത്തിന് മാത്രം വരുന്നുണ്ട്. അത്രയ്ക്ക് ഡിമാൻഡാണ് ഈ ഒരു സീതാ കല്യാണി കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം കൊടുത്തപ്പോൾ തന്നെ നല്ലോണം എൻക്വയറീസ് ഉണ്ടായിരുന്നു. അത് തന്നെ വീണ്ടും പ്രൊഡക്ഷൻ. ഇതൊരു പല്ലക്ക് ഡിസൈൻ 2 കളർ ഷെയ്ഡ്സിലുണ്ട്. 2 കളർ, ഒരെണ്ണം മൾട്ടി ഷെയ്ഡും പിന്നെ ഒരു കോഫി മെറൂൺ ആ ഒരു ഷെയ്ഡില്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് അല്ലേ. ഒരെണ്ണം ഓപ്പൺ ചെയ്യാം, ഒരെണ്ണം ഇങ്ങനെ. ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാവില്ല അല്ലേ? ഉണ്ട്. പല്ലക്ക് ഡിസൈൻ. 10 ദിവസം 10 ഡിഫറെന്റ് വെറൈറ്റി. അതെ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് കസവ് സാരി 4 ദിവസമേ ഉള്ളൂ ഓണം. പക്ഷെ 4 ദിവസം 4 സാരിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും വൈഡ് വെറൈറ്റി നമ്മുടെ ഓണം, മറ്റേത് ഓണം, 1 ഓണം, 2 ഓണം അങ്ങനെയൊക്കെ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ 4 ദിവസമാണ് ശരിക്കും ആഘോഷം. പക്ഷെ പറയപ്പെടുന്നത് 10 ദിവസം അല്ലേ? നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം അല്ലേ? അല്ലേ? നിങ്ങളൊക്കെ കടയിൽ നിൽക്കുന്ന ആൾക്കാരെ വീട് വേണ്ടി ഇങ്ങോട്ട് 10 ദിവസം തന്നെയാണ് ഓണം അല്ലേ? ശരിക്കും അത്തം തൊട്ട് തിരുവോണം. എന്താ സാരി വിൽക്കുന്ന ആൾക്ക് ഓണം എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. ലീവ് കിട്ടണ്ടേ? അങ്ങനെ ആക്ച്വലി 10 ദിവസമാണ് ഓണം. പക്ഷെ 10 ദിവസമായാലും 4 ദിവസമാണ് സാധാരണ ആൾക്കാർക്ക് ലീവ് കിട്ടുക. ആ 4 ദിവസത്തെ കാര്യമാണ് ആള് പറഞ്ഞത്. അപ്പൊ 4 ദിവസം ഓണം വേണ്ട, 10 ദിവസം നമ്മൾ ഓഫീസിൽ കിട്ടു പോണോണ്ട് ആരാ റെസ്ട്രിക്ഷൻ അല്ലേ? ഇതുണ്ടോ? ഇത് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു സാരി സ്ട്രൈപ്പ് ഡിസൈനില് പിങ്ക് ഫ്ലോറൽസ് ഫുൾ. ഇതിന് ബ്ലൗസ് ഉണ്ട് കേട്ടോ. പിങ്ക് ബ്ലൗസ് ആണ് വരുന്നത്. പിങ്ക് ആണ് വരുന്നത് അല്ലേ? റണ്ണിങ് അല്ല. റണ്ണിങ് ഉണ്ട്. ബട്ട് ഞങ്ങൾ അഡീഷണലി പിങ്ക് അവർക്ക് വേണ്ടി വെച്ചു, ആഡ് ചെയ്തു. കുറച്ചുകൂടി നല്ല സുന്ദരി ആയിക്കോട്ടെ. ആൻഡ് ഇതൊക്കെ ഏകദേശം നമ്മൾ താഴെ കണ്ട ഡിസൈൻസ് ആണ്. ആൻഡ് ഇത് വൈഡ് വെറൈറ്റി കളർ ഷെയ്ഡ്സിലുണ്ട്. കളർ ഷെയ്ഡ്സ് അങ്ങനെ ഫുൾ എംബ്രോയിഡറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. യെസ്, ഓവറോൾ ഉണ്ട്. ഇതാണ് മുന്താണി. അതുപോലെ ഈ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഈ ഒരു വർക്ക് ഉണ്ട്. കളർ ഇത് മെറൂൺ ആണ്, ഇതൊരു ടീൽ ഷെയ്ഡ്, ഇത് ഗ്രീൻ ഷെയ്ഡ്. അങ്ങനെ 3 ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഇത് ഗ്ലിറ്ററിംഗ് ആണ് കേട്ടോ. ഒരു ഗ്ലിറ്ററിംഗ്. ഇതിൽ പല ഡിസൈൻസിലുണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ആ ഒരു ഗ്ലിറ്ററിംഗ് വരുന്നത്. കണ്ടോ? കാണുമ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു സിൽവറിന്റെ ഒരു ഗ്ലിറ്ററിംഗ് കൂടി ഇതിൽ വരുന്നത്. ടിഷ്യൂലാണ് ഈ ഒരു ഫുൾ പ്രിന്റഡ് വരുന്നത്. ഷൈനിങ് ആയിട്ടുണ്ടാവും. ഷൈനിങ്. എത്ര വെറൈറ്റീസ് വേണം. സെറ്റ് മുണ്ട് കാണിക്കണ്ടേ മോളെ? സെറ്റ് മുണ്ട് കാണിക്കാം. പിന്നെ അതുപോലെ തീർന്നിട്ടില്ല. കാണിക്കേ. ഞാൻ ഏതെടുത്ത് കാണിക്കുന്ന ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ കാരണം ഇത്രയും കളർ ഷെയ്ഡ്സ് സാരീസ് ഉണ്ട്, ഏതെടുത്ത് കാണിക്കണം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. സാരിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ ആണുങ്ങള് കുറച്ച് വിഷമം പറഞ്ഞിരുന്നു. അവർക്കുള്ള കളക്ഷൻസ് കാണിക്കല് കുറച്ച് ഷർട്ട്സ്, ഫുൾ ഷർട്ട് അജ്രക്കിന്റെ S മുതൽ XXL വരെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ആൻഡ് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4XL 5XL ഷർട്ട്സ് വേണമെന്നുണ്ടെങ്കിലും അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. കണ്ടോ? ഇതിനെ കൂടെ ഷർട്ടും മുണ്ടും ഉണ്ട് കേട്ടോ. ഷർട്ടും മുണ്ടും എടുക്കാം. അതല്ല ഷർട്ട് മാത്രം നിങ്ങൾക്ക് എടുക്കാം. മുണ്ടും സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടോ? അത് ചേട്ടന്മാരെ ഇപ്പത്തെ ട്രെൻഡിങ് സാധനമില്ലേ, അപ്പൊ മുണ്ട് മാത്രം വെച്ചത് ഞങ്ങള്. ഇത് വെച്ചിട്ട് റെഡി. പിന്നെ അത് ഈ ഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 365 ഡേയ്സ് ഉണ്ടാവും. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഓണം ഫെസ്റ്റിവൽ അങ്ങനത്തെ ഒരു തീമിലേക്ക് പെട്ടു. പക്ഷെ ഇത് നമുക്കൊരു ഒഫീഷ്യൽ ഇതിൽ എത്ര 6XL വരെയാ? 6XL വരെ ഉണ്ട്. S മുതൽ 6XL വരെ ഉണ്ട്. കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ ഇതിലും ഒരുപാട് പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇത് മുണ്ട് മാത്രമായിട്ട് കിട്ടും. ഇനി കോംബോ വേണമെങ്കിൽ കോംബോ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ചേട്ടന്മാരുടെ കളക്ഷൻസ്. പിന്നെ ഇവിടെ ഒരു കുട്ടീനെ കാണുന്നുണ്ടല്ലോ. അതൊരു കുഞ്ഞുടുപ്പാണ്. ഇതുപോലത്തെ ഏകദേശമുള്ള സാധനമാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത്. അതിലൊരു ടെമ്പിൾ വർക്ക് അടിയിൽ വരുന്നുണ്ട്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഞാൻ ഇങ്ങനെ പിടിക്കാം. ഇതിൽ അടിയിൽ ടെമ്പിൾ വർക്ക് ഇല്ല, അതിൽ ടെമ്പിൾ വർക്ക് ഉണ്ട് അല്ലേ? ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ലെഗിൻസ് ഇല്ല, അത് സ്വന്തമായിട്ട് മേടിക്കണം. ദുപ്പട്ട വേണമെങ്കിലും അതും പിന്നെ കോംബോ വേണമെങ്കിൽ ഇത് എന്റെ പോലത്തെ ഉടുത്ത അതുപോലത്തെ വേണമെങ്കിൽ അങ്ങനെയും. പിന്നെ കുട്ടികളുടെ എത്ര സൈസ് തൊട്ട് എത്ര സൈസ്? കുട്ടികളുടെ 0 ഏജ്, അതായത് 28 മുതൽ എടുക്കാൻ പറ്റുന്ന ഫ്രോക്സ് ഉണ്ട്. അതെല്ലാം പട്ടുപാവാടയുണ്ട്. ആൻഡ് 10 ഇയേഴ്സ് വരെ നമുക്ക് പട്ടുപാവാട ഗൗൺസ് അവൈലബിൾ ആണ്. ബോയ്സിനും ഉണ്ട് കേട്ടോ. ബോയ്സിനുണ്ട്. സെറ്റ് മുണ്ടിലേക്ക് കിടക്കാം. നമ്മുടെ സെറ്റ് മുണ്ട് ഇവിടെ എത്ര നിറച്ചാലും പിന്നെയും എന്താ പറയാ, വീണ്ടും റീസ്റ്റോക്കിംഗ് ആണ്. ഫസ്റ്റ് തന്നെ താമര കളർ ഷെയ്ഡ്സ് അങ്ങോട്ട് ഞാൻ എടുക്കാം. കളർ ഷെയ്ഡ്സ്. താമരയിൽ ഒരു കുറവ് വേണ്ട.
താമരയില് ഇത് കാണുന്നതിലൊക്കെ കളേഴ്സ് ഡിഫറെന്റ് ആണ് കേട്ടോ വരുന്നത്. ഇപ്പൊ ഇത് ഓറഞ്ച് ആൻഡ് ടീൽ ആണ്, ഇത് മറൂൺ ആൻഡ് ടീൽ, പിന്നെ ടീൽ എന്തായാലും ആണ്, രാമഗ്രീൻ എന്തായാലും ഉണ്ടാവും. അതിന്റെ ബാക്കി കളേഴ്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പല ഇത്രയും ഡിഫറെന്റ് കളർ ഷെയ്ഡ്സില് താമര മാത്രമുണ്ട്. താമര മാത്രം. ഓക്കെ. പിന്നെ ബ്രൈഡൽസ്, ബ്രൈഡലിന്റെ കളക്ഷൻ സെറ്റ് മുണ്ടില് ബ്രൈഡൽ അത് കോട്ടനാണ് കൂടുതൽ. നമ്മുടെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ ആണ് ബ്രൈഡിന്. യെസ്, ബ്രൈഡൽസ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫുൾ ഗോൾഡൻ ഓർണമെന്റ്സ് ആയിരിക്കും. ഈ വൈറ്റ് വരുമ്പോൾ ആ ഗോൾഡ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കും. ഇപ്പൊ ഈ ടിഷ്യൂ മെറ്റീരിയലില് ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഗോൾഡ് ജ്വല്ലറി കാണില്ല. അപ്പൊ ഈ വൈറ്റ് എടുക്കുമ്പോൾ ആ ഗോൾഡ് നന്നായിട്ട് എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ കെട്ടുമ്പോൾ ഇത് കൊടുത്തിട്ടില്ലല്ലോ, ക്രിസ്ത്യനായി പോയില്ലേ. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് 3-4 കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ഷെയ്ഡ് എന്ന് പറയുമ്പോ ഈ ഗോൾഡ്, സിൽവർ, കോപ്പർ, പിങ്ക് ഷെയ്ഡ്, ബ്ലഷ് പിങ്ക് ഉണ്ട്, ഗോൾഡ്, കോപ്പർ, സിൽവർ. പിന്നെ ഈ ഷെയ്ഡിന് എന്താ പറയുന്നത്? ഇതൊരു ടിഷ്യൂ തന്നെയാണ്. ടിഷ്യൂ തന്നെ, ഒരു മിക്സ് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ട് ചേച്ചിമാര് ചോദിച്ചപ്പോ വരുന്ന സാധനമാണ് ഇത്. ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ആന. യെസ്. ഇത് കസവ് ഉണ്ടാവില്ല, ഫുൾ പ്രിന്റഡിൽ വരുന്നത് അല്ലെ. അത് ഡിഫറെന്റ് പ്രിന്റ്സ് കിട്ടും. ബോർഡർ തോന്നിക്കില്ല എന്ന ബോർഡർ ഉണ്ട്. ഇതാണ് ഇപ്പൊ ചേച്ചിമാര് ചോദിച്ചു വരുന്നത്, ഡെയിലി വരുന്നുണ്ട് ഇതിന് വേണ്ടി. ഇത് ആക്ച്വലി ഒരു ഓണം ബേസ് അല്ല. ഇത് ആക്ച്വലി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അമ്പലത്തിൽ ഡെയിലി പോണവരുണ്ടാവും, അവർക്ക് മാറി മാറി ഇടാൻ വേണ്ടിട്ട് ഇതൊക്കെ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ മുള്ളത്തുമുണ്ട്, ആ മുണ്ട്, ഈ മുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടാവില്ല അല്ലെ. ആൻഡ് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിത്ത് ബ്ലൗസ് ആണ്. സെയിം. അതിന്റെ ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു പാച്ച് ചെയ്തിരിക്കുന്ന വർക്ക്, അതിന്റെ അജറക്ക്, കലംകാരി, അങ്ങനെ ഒരുപാട് ബാന്തിനി, അങ്ങനെ ഒരുപാട് കിട്ടും. ഇതിപ്പോ കാന്തയിൽ വരുന്നത് ബ്ലൗസ്, സെന്റിമീറ്റർ ലെങ്ത്, എക്സ്ട്രാ ലെങ്ത് 2.8 meters. അടിപൊളി. അപ്പൊ അങ്ങനെ നമ്മുടെ കൊലച്ചവാഴ. ഒരെണ്ണ എവിടെന്നോ കിട്ടിയില്ലേ. ആക്ച്വലി ഒക്കെ തീർന്നത് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ വാഴ വെച്ചു, വാഴ വിരിഞ്ഞു, അത് അങ്ങനെയെങ്കിലും വാഴ കൊലച്ചു, അത് ഞങ്ങള് വെട്ടി. ഓണം ആവാറായി. അനി ആ കായ കൊണ്ട് വേണം നമുക്ക് ചിപ്സ് കഴിക്കാൻ. അതെ. പിന്നെ ഇതൊരു ബ്രൈഡൽ. ബ്രൈഡൽസ് ഇത് യൂസ് ചെയ്യും, പക്ഷെ ഇത് നോർമൽ ചേച്ചിമാരും കൂടെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് ആക്ച്വലി മൊത്തത്തിലൊരു സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ? ഈ മൊത്തത്തില് ഷോപ്പ് സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് വരുന്നത് ഇപ്പോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 176 എന്തോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം 144. നന്നായി കുറച്ചൂല. സപ്പോർട്ട് കൊണ്ട് മാത്രാട്ടാ. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് സാധിക്കുന്നത്. പിന്നെ ഈ 3 പീസിന്റെ കളക്ഷൻസ് ഇവിടെയും കുറെ വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ നോർമൽ കട്ടിക്കര സാധനങ്ങള്, അതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിന്റെ ബ്ലാക്ക്, ഗ്രീൻ, മെറൂൺ, കോഫി, അങ്ങനെ ഒത്തിരി കളർ ഷെയ്ഡ്സ് ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ ഡബിൾ ഷെയ്ഡിലും ഉണ്ട് അല്ലേ. കട്ടിക്കരയിലെ കളർ ഷെയ്ഡ്സ് ആണ്. കളേഴ്സ്. ഇതിന്റെ കളേഴ്സ് കുറച്ച് ഉള്ളിലാണ്, പക്ഷെ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് എവിടെയെങ്കിലും വെച്ചോളൂ. അത് കൂടാണ്ട് നമുക്ക് നമ്മളിട്ട സെക്ഷൻ എന്ന് പറയുമ്പോൾ താഴത്ത് കുറെ കണ്ടു. അത് കൂടാണ്ട് ഇതാ ഇവിടെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കാണിക്കാത്ത കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം. ഇത് ഒരു കോൺട്രാസ്റ്റിൽ വിട്ടത് അല്ലേ. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആവണതാ, അല്ലെങ്കിൽ പുതിയത് ഇങ്ങനെ പുതിയതാണ് അല്ല, ഇങ്ങനെ എന്താ പറയാ, നമ്മള് സ്റ്റോക്സ് ആണോ? സ്റ്റോക്സ് അല്ല. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ ആ ഒരു പിങ്ക് ആ സാധനമൊക്കെ പോയാ, അത് പോയി, അത് തീർന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാട്ട സാധനങ്ങൾ തീർന്നു. ഇത് പുതിയതാണ്. അങ്ങനെ അതാണ് ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോളറിനൊക്കെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതൊരു ഹെവി പീസാണ്. ഇതൊരു ഹെവി പീസാണ്. ഇതിൽ ദുപ്പട്ട വരുമ്പോ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ബാന്തിനിയുടെ ദുപ്പട്ടയാണ്. അതുപോലെ ഇതിലും അങ്ങനെ തന്നെയാണല്ലേ. എല്ലാം കോൺട്രാസ്റ്റ് ദുപ്പട്ടാസ് ആണ് വരുന്നത്. ആൻഡ് ഒത്തിരി കളർ ഷെയ്ഡ്സിലുണ്ട്. ആൻഡ് സൈസസ് വരുന്നത് S2 XXL വരെയാണ് സൈസസ് വരുന്നത്. ഡബിൾ XL വരെ. അപ്പൊ സ്റ്റോക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഈ ഫുള്ള് കാണുന്ന സെക്ഷൻ മൊത്തം അത് തന്നെയാണ്. ഇനി സെപ്പറേറ്റ് ആയിട്ട് അതെല്ലാം കസവില് തന്നെ ഷരാറ വേണമെന്നുണ്ടെങ്കിൽ ഷരാറ ഉണ്ട്. അല്ലേ. ഇതൊക്കെ നിങ്ങള് ആ ഒരു ബുദ്ധിക്ക് കളിച്ചൂലേ ഓണത്തിന്. കാഞ്ഞ ബുദ്ധി തന്നെ. എവിടേക്കാണ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥലത്താണ്? ഞങ്ങൾക്ക് കുത്താമ്പുള്ളി ഉണ്ട്, സേലത്തുണ്ട്, ആൻഡ് ബലരാമപുരത്തുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഓൺ ഫാക്ടറിയിൽ ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഷോപ്പിന് അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനില്. ഇത് സറാറ ഗറാറ, അതുപോലെ തന്നെ വിത്ത് ദുപ്പട്ട അടക്കാണ് വരുന്നത്. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ്. ഫ്രണ്ട് ആണോ ബാക്ക് ആണോ വർക്ക്? ഇപ്പത്തെ കൺഫ്യൂഷൻ ആയില്ല. ഇത് ഫ്രണ്ട് ആണ്, ബാക്കിലും വർക്ക് ഉണ്ട്. ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്.
ഓ വെറൈറ്റി ഉണ്ട്. ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലുണ്ട് കേട്ടോ. ഇതേതാ ഡിസൈൻ? ഇതില് സ്ലീവിലാണ് വർക്ക് വന്നിരിക്കുന്നത്. വെറൈറ്റി ഉണ്ടെന്നപ്പോ. പിന്നെ ടീനേജുകാർക്കുള്ള ഒരു സ്ലീവ് ലെസ്സില് ഇതല്ല ഇത് സ്ലീവ്ലെസ്സില് ടീനേജുകാർ കളർ വേണോ ആ കളറിലെല്ലാം ഉണ്ട്. ഇതാകുമ്പോ പ്ലെയിൻ ഇത് സ്ലീവ്ലെസ് ആണ്. ബട്ട് നിങ്ങൾക്ക് സ്ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ബ്ലൗസസ് ആണ്. 34 സൈസ് ടു 42 വരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാം. ഇനിയിപ്പോ മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺ സ്റ്റിച്ചിങ് അറിയണവരാണെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യണവരാണെങ്കിൽ കാണുന്ന ഫുൾ മെറ്റീരിയൽസ് ആണ്. ആൻഡ് കുറച്ചുകൂടെ മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ മെറ്റീരിയൽസ് ബണ്ടിലായിട്ട് അപ്പുറത്തെ സെക്ഷനിലുണ്ട്. ഞാനത് വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം അല്ലേ? അടുത്ത സെക്ഷൻ ഇവിടെ കുറച്ച് മറ്റേ കിഡ്സിന്റെ ഡ്രസ് ഉണ്ട്, ഉടുപ്പുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ഭർത്താവിനോട് പറയായിരുന്നു ഇതിൽ XXL ചെയ്ത് തരുമോ. കുഞ്ഞു കുട്ടികളുടെ യെസ്, ഇതിൽ XXL സൂൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. XXL മാത്രമല്ല, ബിഗർ സൈസസ് S2 XXL വരെ സൈസസ് സൂൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഭർത്താവ് ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്തിരിക്കും നമ്മുടെ പ്രൊഡക്ഷനിൽ. അല്ല അതല്ല, XXL എന്ന് പറയുമ്പോ വലിയ കുട്ടികൾക്ക്. അതെ, ഇത് നമ്മുടെ കിഡ്സിന്റെ ആണ്. കിഡ്സിന്റെ XXL പറയാ? അല്ല, കിഡ്സിന്റെ ഇയേഴ്സ് ആണ് പറയാ. പക്ഷെ ഞാൻ എന്റെ വിഷമം കൊണ്ട് വലിയവർക്ക് വേണല്ലോ. ഇത് കാണുമ്പോ നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടും, ഇടണമെന്നും തോന്നും എന്നെ പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ S2 XXL വരെ വേണ്ടോ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാനും വിചാരിച്ചു ഇനി വലിയവർക്ക് XL XXL ഒക്കെ പറഞ്ഞപ്പോഴേ ഇനി നമ്മുടെ ചേട്ടന്മാരുടെ സംഭവമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫുൾ ഡബിൾ മുണ്ടൂസ് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഷർട്ടും മുണ്ടും കോമ്പോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഷർട്ട് മുണ്ട് അപ്പൊ താഴ്ത്തുണ്ടല്ലോ കൊറേ. ഇതിന്റെ ഷർട്ട് ഇനി ഇവിടെ നിന്ന് തപ്പണം. തപ്പാനാണ് പണി. അത് നമ്മുടെ ചേച്ചിമാരോട് വേണം ചോദിക്കാൻ. ചേച്ചിമാരാണ് ഇതിന്റെ. അതെ, ഇതിന്റെ മുണ്ട്. ഇത് മുണ്ട് ഷർട്ട് കോംബോ വേണമെങ്കിൽ കോംബോ ഉണ്ട്. അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ഇനി ഷർട്ട് ഉണ്ടെങ്കിൽ മുണ്ട് മാത്രമായിട്ട് എടുക്കാനും തരാം. ഒത്തിരി കളർ ഷെയ്ഡ്സ് ഉണ്ട്. വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വെബ്സൈറ്റ് ഉണ്ടല്ലോ. അതെ, അതെല്ലാം നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ട് നമ്മുടെ ചേച്ചിയുടെ വീഡിയോ തന്നെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിട്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ചേരാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ മുണ്ടിലായാലും കസുവിലായാലും ഇനി നോർമൽ നമുക്ക് 1 ഇഞ്ച് 1/2 ഇഞ്ച് എത്ര ഇഞ്ച് ഉണ്ട് ലാസ്റ്റ്? ഡബിൾ മുണ്ട് 4 ഇഞ്ച് വരെ ഉണ്ട്. 4 ഇഞ്ച് വരെയാണ് ഈ ഒരു കസുവിന്റെ വരുന്നത് കേട്ടോ. അത് ഇപ്പൊ 4 ഇഞ്ചല്ല, 8 ഇഞ്ച് ആയാലും നമുക്ക് ചെയ്തു തരും. കസ്റ്റമൈസേഷൻ പോസിബിൾ. അതാണ് ഹാൻഡ് വർക്ക് ഡബിൾ മുണ്ട്. ഈ കളർ കോമ്പിനേഷൻ രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്. വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് ഒന്നും വരില്ല. പക്ക ഹാൻഡ് പെയിന്റ് ആണ് ആൻഡ് ഗ്യാരണ്ടി പെയിന്റഡ് ആണ്. ഇതെല്ലാം നല്ല ഫാബ്രിക്, നല്ല പെയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ സ്കിന്നിന്റെ കളറിന്റെ ഗ്യാരണ്ടി പോലെ. ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് നമ്മുടെ അല്ല നിന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണ്ടേ? ഓ തീർച്ചയായും. ആള് ഭയങ്കര ഇവിടുന്ന് തിരിച്ചു തന്നാൽ കാണാൻ പറ്റും എത്രത്തോളം ബിസിയാണെന്നുള്ളത്. നമ്മള് സംസാരിച്ചൊന്നും കേട്ടിട്ടില്ല. ഒരു ലൊക്കേഷൻ പറയാനായിട്ട് സമയം കിട്ടുമോ? അല്ലെങ്കിൽ ഞാൻ ആളെ കൊണ്ട് തന്നെ പറഞ്ഞു അതിന്റെ പോയിക്കണേ. ഇപ്പൊ ഭയങ്കര തിരക്കായി. ഇപ്പൊ നമ്മൾ മൈൻഡില്ല തിരക്കുണ്ടല്ലേ? അപ്പൊ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞിട്ടെങ്കിലും പോക്കോ. അല്ലെ പിന്നെ ഓണത്തിന് എന്തെങ്കിലും പറയാണ്ടോ പ്രത്യേകിച്ച്? ഓണത്തിന് കളക്ഷൻസ് ഉണ്ട്, ഇനിയും വരുന്നുണ്ട്. എല്ലാരും വരും, ആഘോഷിക്കും. അത് ഓണത്തോടു കൂടി അവിടെ നിക്കുന്നില്ല. ഓണം കഴിഞ്ഞാലും ദീപാവലിക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് സാരീസ് ഇവിടെ കാണാം. താഴെ ഫുള്ള് കണ്ടില്ലേ? ഞാനത് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു, പക്ഷെ കാണിച്ചില്ല. പോയി സീറ്റിൽ പോയി ഞങ്ങളതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കുറച്ച്. ഓക്കെ അത് ഒരു ബണ്ടില് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ ഒരു ബണ്ടില് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ആൻഡ് മേലെ നമ്മുടെ ഇതിൽ കയറിയിട്ടുള്ളൂ. ബാക്കി 17-16 ബണ്ടില് താഴെ കിടപ്പുണ്ട്. റൂമിനകത്ത് ഹാളിൽ എല്ലാം പൊട്ടിച്ച് ചേഞ്ച് ചെയ്യാൻ പോയപ്പോ കണ്ട കാഴ്ചയാണ് കേട്ടോ. ആ ഒരു ഫുൾ കളർഫുൾ സാരികൾ മൊത്തം. ഞാൻ ആദ്യം വിചാരിച്ചു അത് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ ഓണല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രൈസ് കണ്ടോ? ഇത് നിങ്ങളുടെ പ്രൈസ് ആണോ സാരിയുടെ? അത് പ്രൈസ് ആണ്. കാണിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എല്ലാരും വരൂ ഗൈസ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയുടെ റേറ്റ് കൂടി നോക്കിക്കോ, സാരിയും കൂടി നോക്കിക്കോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ, MRP വരുന്നത് ഇതാണ്. ആൻഡ് നിങ്ങളുടെ ഓഫർ പ്രൈസ് ഇതാണ്. അപ്പൊ അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ മുകളിലേക്ക് കുറച്ചൊക്കെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര ഡിസൈൻസ് വേണമെങ്കിലും കിട്ടും. പൾക്കായിട്ട് വേണമെങ്കിൽ നോക്കൂ ഗൈസ്, പക്ക ബ്രൈഡൽ സാധനം. ചേച്ചി നോക്കിയേ,
വലുതാക്കി എഴുതിയത് കൊണ്ട് പിന്നെ കണ്ണ് എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. 398 രൂപയ്ക്ക് അതെ. ഈ സാരി ഇത് പക്ക ബ്രൈഡൽസിന് വരെ യൂസ് ചെയ്യാം ഗൈസ്. ആൻഡ് ഗിഫ്റ്റ് സാരീസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആണ് ഗൈസ്. ആക്ച്വലി ഇത് ഇവരുടെ ഈ താഴത്ത് താമസിക്കുന്ന ഏരിയ മൊത്തം സാരി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് വേണമെങ്കിൽ അവിടേക്കും പോകാം. നമ്മൾ കണ്ട ഏരിയ മാത്രമല്ല, ഇത് കൂടാണ്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കളർ സാരിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് മുകളിൽ എത്തിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനി ഇഷ്ടം പോലെ ഞാൻ പറ്റെങ്കിൽ അതിന്റെ ഒരു ഓവർലേ എടുക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും സംഭവം കിടക്കാച്ച് കഴിഞ്ഞിട്ട് വെറും 398. ഇപ്പൊ വന്നിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് മറവി. അല്ല, ഇതിപ്പോ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ കറക്റ്റ് എക്സാക്ട് പ്രൈസ് ചോദിക്കാറായിട്ടില്ല. ബാക്കിയുള്ളതിന് പറഞ്ഞ പടപ്പടാന്ന് ഇങ്ങനെ പറയും. അതെ അല്ലെ, നിങ്ങൾ സാരി എടുത്ത് കാണിച്ച ഹോൾസെയിൽ റേറ്റ്, റീറ്റെയിൽ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞിരിക്കും. പിന്നെ ഇവരുടെ വെബ്സൈറ്റിന്റെ പേര് വരുന്നത് haradi.com. haradi.com നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുക്കേണ്ട നമ്പർ നോക്കി വിളിച്ചാൽ മതി. അപ്പൊ ബാക്കിയുള്ള എല്ലാം ഇവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, പ്രീപെയ്ഡും ഉണ്ട്, ഓൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട്. ആൻഡ് ത്രൂ ഇന്ത്യ ഡിസ്പാച്ച് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്ത് ഫ്രീ കോസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കും. അപ്പൊ ലൊക്കേഷൻ അറിയണം. ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പാലക്കാട് തത്തമംഗലത്താണ്. നമ്മുടെ പാലക്കാട് തത്തമംഗലം ജംഗ്ഷൻ ഹൈസ്കൂൾ റോഡ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഒരു 100 മീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു NSS ബിൽഡിംഗ് ഉണ്ട്. NSS ബിൽഡിംഗിന് തൊട്ട് ചേർന്നിട്ട് ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്. ലെഫ്റ്റിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് മുന്നേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടില്ലേ റെട്രോസ്, അതിൻ്റെ അവിടെ എത്താം. ആൻഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഹറാദി. ആൻഡ് ഗേറ്റ് ഓൾവേസ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കയറി വരാം. ഇത് എത്ര പറഞ്ഞാലും അവരെ തലയിൽ കയറൂല. സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പാതിരയ്ക്ക് വേണമെങ്കിലും കയറി വരാം. കാരണം എന്ന് വെച്ചാൽ ഇവര് പൂട്ടണത് തന്നെ 2 മണി 3 മണിക്കാണ്. അതല്ല, കാറിലും ബൈക്കിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവരോട് ഗൂഗിൾ മാപ്പ് കാണിച്ച് പറഞ്ഞാൽ മതി. ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞുതരാൻ പറഞ്ഞാൽ മതി. ഗൂഗിൾ മാപ്പിൽ ഹറാദി ഇട്ടാൽ മതി. ക്ലിയർ ആയിട്ട് പറയണ്ട. പിന്നെ 1 പീസ് 2 പീസിനൊക്കെ ആണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് കയറിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആയാലും സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിക്കാം. അങ്ങോട്ട് ഓണം അങ്ങോട്ട് ആർമതിക്കാം, ആഘോഷിക്കാം. നമ്മൾ ഇത്ര പ്രാവശ്യം ഇപ്പൊ എന്താ പറയുക 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 3ാമത്തെ തവണ വന്നാലും നമ്മൾ ഇതൊരു ഓണത്തിന് ഒരു ആശംസ പറഞ്ഞിട്ടില്ലേ? യെസ്, ഹാപ്പി ഓണം ടു യുവർ ഫാമിലി ആൻഡ് ടു യു. അതെ. പിന്നെ ബാക്കി നമ്മുടെ വല്യമ്മയും വല്യച്ഛനും എല്ലാവരും ബിസിയാണ്. ഭയങ്കര ഇപ്പൊ എല്ലാവർക്കും തിരക്കിലാണ്. അതുകൊണ്ട് എന്നെ ആട്ടി വിട്ടിരിക്കുകയാണ്. ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ച് വിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വല്യമ്മ ഒരു 2 സെക്കൻഡ് ഒരു ടാറ്റ പറയാം. അവിടെ നോക്കി പറയൂ. ഇവിടെ വാ. പറയൂ. പറഞ്ഞോ മക്കളെ പോരെ. ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. ബൈ ബൈ.